ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെയിം ഒരു ഡ്യൂട്ടി ഡേ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഡൊമസ്റ്റിക്കിലല്ല, ഇൻ്റർനാഷണലാണ് ഡ്യൂട്ടി. അപ്പോൾ നമ്മുടെ ഈ എയർലൈൻ അല്ലെങ്കിൽ എയർപോർട്ട് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും, കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ്. നാളെ നമുക്കിങ്ങനെ ചെയ്യാം, നാളെ ഇത് ചെയ്യണം എന്നൊന്നും പറയാനോ എന്നൊന്നും നമുക്കിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാനോ ഒരു പ്ലാനിങ്ങും നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന അന്നത്തെ ആ ദിവസമായിരിക്കും. അന്നത്തെ ആ ദിവസം നമ്മുടെ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഇന്നിങ്ങനെയൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റാത്തൊരു ഫീലാണ്. കാരണം ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. കാരണം വെതർ ഇഷ്യൂ വരാം, ടെക്നിക്കൽ ഇഷ്യൂ വരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാം. ചിലപ്പോൾ സ്മൂത്തായിട്ട് പോവാം, ചിലപ്പോൾ ടഫായിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഡിലേയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ പാസഞ്ചേഴ്സ് ഷൗട്ട് ചെയ്യാം, ചിലപ്പം ഒരു കുഴപ്പമില്ലാണ്ട് പോവാം. അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് എയർപോർട്ട് ഫീൽഡ്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് UM ഹാൻഡിൽ ചെയ്യാനുണ്ടായിരുന്നു. UM എന്ന് പറയുമ്പോൾ അൺഅക്കമ്പനീഡ് മൈനറാണ്. 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവരെ നമ്മൾ അസിസ്റ്റ് ചെയ്യണം. അതായത് ഇവിടെ അവരെ പാരൻസ് നമ്മുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കുന്നത് തൊട്ട് നമ്മൾ അവരെ ക്രൂവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ള അവരുടെ കാര്യം സേഫായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവമൊക്കെ ഒരുപോലെ ആയിരിക്കത്തില്ല. ചില പിള്ളേർക്ക് ദേഷ്യമാവാം, ചില പിള്ളേർക്ക് കുസൃതിയാവാം, ചില പിള്ളേർ ഭയങ്കര പാവമായിരിക്കും, ടെൻഷനായിരിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ അവരൊരു കംഫർട്ട് സോണിൽ കൊണ്ടുവരികയും അവരെ ഓക്കെ ആക്കുകയും അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അവരോട് സംസാരിക്കുകയും അവരൊന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരൊന്ന് ഓക്കെ ആവും. അപ്പം അവരെ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ. കാരണം നമ്മുടെ കയ്യിൽ ആ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി നമ്മൾ ഈ ക്രൂവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ആ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ആ ഒരു സ്റ്റാഫിനായിരിക്കും. എന്താ കുട്ടിക്ക് സംഭവിച്ചാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ ഒരു സ്റ്റാഫിനായിരിക്കും. സോ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഈ UM ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാനിതിന് മുന്നേ ഒരു അണ്ടർസ്റ്റഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് 2 മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കൊരു ഫോമുണ്ട്, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മളെ എയർലൈൻ സ്റ്റാഫ്സ് ആയാലും സൂപ്പർവൈസേഴ്സ് ആയാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. എന്ത് കാര്യമാണെങ്കിലും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അവർ പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നൊരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.